ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ചോറും അവലൊന്നും ചേർക്കാതെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഏത് തണുപ്പുള്ള കാലാവസ്ഥയിലും ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, ഇനോ ഇതൊന്നും ചേർക്കാതെ തന്നെ മാവ് പൊങ്ങി വരാനുള്ള 2-3 ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പരിപ്പും പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് നമ്മുടെ റേഷൻ കടയിലെ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ റേഷൻ കടയിലെ തന്നെ 1 കപ്പ് പച്ചരിയും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് അളവ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ അരിയെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ ഉഴുന്നും അളന്നെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ അരി ഒരു 5-6 വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുതിർന്ന് കിട്ടാനായിട്ട് നമുക്കിതിവിടെ ഒരു 6 മണിക്കൂർ അടച്ചു വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പിൽ 1 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും ഒരു 3 വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഉഴുന്ന് ഒരുപാട് വെള്ളത്തിൽ കഴുകിയെടുത്താൽ അതിൻ്റെ സ്റ്റാർച്ച് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഒരു 2-3 വെള്ളത്തിലൊക്കെ ഇത് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഉഴുന്നും അരിയും അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും അരച്ചെടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഈ ഉഴുന്ന് കുതിർത്തെടുക്കാൻ. ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളത്തിൽ അരച്ചെടുക്കുമ്പോൾ നമുക്ക് മാവ് പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. നമ്മൾ ഈ ഉഴുന്ന് കുതിർത്തെടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചാണ്, അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഉലുവയും ഉഴുന്നും നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടായി പോയാൽ നമുക്ക് മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടൂല. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടായി പോവാതിരിക്കാനാണ് നമ്മൾ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുതിർത്തെടുത്തത്. ഇനി അരി അരച്ചെടുക്കാനുള്ള വെള്ളം ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള വെള്ളവും ഉഴുന്നും ചേർത്ത് കൊടുക്കുക. അരച്ചെടുക്കുമ്പോൾ ജാറ് ചൂടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉഴുന്ന് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 6 മണിക്കൂറിന് ശേഷം നമ്മുടെ അരിയും നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളത്തിലായതുകൊണ്ട് ഈ അരി കുതിർത്തെടുത്ത വെള്ളം നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. ഇത് നമുക്ക് കളഞ്ഞെടുക്കാം. വെള്ളം കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഉഴുന്ന് അരച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലേക്ക് ഈ അരിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ അരി 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ അരിയിൽ നിന്നും പകുതി മാത്രം ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരി അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുഴുങ്ങലരി മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ജാറ് ചൂടായി പോകും. അപ്പോൾ ജാറ് ചൂടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2-3 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ അരി കുറച്ച് തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. ഇഡ്ഡലിക്കായതുകൊണ്ടാണ് കേട്ടോ ഇത് കുറച്ച് തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ഇഡ്ഡലിക്ക് അരച്ചെടുക്കുമ്പോൾ മാവ് ലൂസായി പോവാതെ ഈ ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉഴുന്ന് അരച്ചത് ഒഴിച്ചു കൊടുത്ത പാത്രത്തിലേക്ക് തന്നെ ഇതും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള അരിയും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഉഴുന്ന് കുതിർത്തെടുത്ത ബാക്കിയുള്ള വെള്ളവും ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരി അരച്ചെടുത്തതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ മാവ് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കല്ലിൽ അരച്ചെടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കൂലേ, അതുപോലെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുമല്ല മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാവ് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ മാവ് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, ഈനോ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു 5 മിനിറ്റ് തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ മാവ് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഞാൻ ഈ മാവ് അരച്ച് വെക്കുമ്പോൾ രാത്രി ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ ആകുമ്പോഴേക്കും പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് റൈസ് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുക്കറിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊരു റിങ് വെച്ച് കൊടുത്ത ശേഷം മാവ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചാലും മതി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏത് തണുപ്പുള്ള കാലാവസ്ഥയിലും ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ മാവ് ഇതുപോലെ പൊങ്ങി കിട്ടും. ഇനി ഞാൻ ഈ മാവ് ഈ റൈസ് കുക്കറിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. നമുക്ക് ഈ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ മാവ് കൊണ്ട് മുഴുവനായിട്ടൊന്നും ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്നും പകുതി എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കുന്ന മാവിൽ ഉപ്പിടാതെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഈ മാവിന് കൂടുതൽ പുളി ഉണ്ടാവും. നമ്മൾ ഈ മാവ് ഉപ്പിടാതെ അരച്ച് വെച്ചതുകൊണ്ട് ഇത് കൂടുതൽ പുളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പകുതി മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്ന മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. മാവ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി പാത്രത്തിൽ നിന്നും ഇഡ്ഡലി ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം നേരത്തെ തന്നെ ചൂടാവാനായിട്ട് വെച്ചിരുന്നു. വെള്ളം ഇതുപോലെ ചൂടായിട്ട് വന്നാൽ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ കുഴികളിലും മാവ് ഒഴിച്ച് കൊടുക്കുക. ഒരു തട്ടിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ടാമത്തെ തട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ കുഴിയിൽ നിന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. എന്നാലേ ഇഡ്ഡലി നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 തട്ടിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഡ്ഡലി ചെമ്പ് അടച്ച് വെക്കുകയാണ്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ഇഡ്ഡലി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കൈമലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ട് പുറത്തേക്ക് എടുത്തു വെക്കാം. ഇഡ്ഡലി നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം മാത്രം ഇഡ്ഡലി തട്ടിൽ നിന്നും ഇളക്കിയെടുക്കുക. പെട്ടെന്ന് ചൂടാറി കിട്ടാനായിട്ട് ഇഡ്ഡലി തട്ടിൻ്റെ പിറകുവശം ടാപ്പ് വാട്ടറിൻ്റെ ചോട്ടിലൊന്ന് കാണിച്ചാൽ മതി കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചോറും അവലൊന്നും ചേർക്കാതെ തന്നെ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റേഷൻ അരി കൊണ്ട് ഇതുപോലെ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി നമുക്ക് പരിപ്പും പച്ചക്കറികളൊന്നുമില്ലാതെ പെട്ടെന്നൊരു തക്കാളി സാമ്പാർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് വലിയൊരു സവാള കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 3 തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ വീഡിയോയിൽ മിസ്സായതാണ്. പുളിവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അല്പം മാത്രം ചേർത്ത് കൊടുക്കുക, പുളി കൂടി പോകരുത്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. 3 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കടലമാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അതിനുശേഷം ഈ മിക്സ് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കറി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. ഇനി ഈ കറി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കടലമാവ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ തിളക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ കറിയിൽ കടലമാവ് ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഈ കറിയിൽ കടലമാവിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പരിപ്പ് ചേർത്തുണ്ടാക്കിയ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതും. അപ്പോൾ നിങ്ങളിതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സാമ്പാർ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ വറവിലേക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണിത്. നിങ്ങൾ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.